എന്തുകൊണ്ടാണ് ഭരണം മാറണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടിട്ടാണ് ഭരണം മാറണമെന്ന് നിങ്ങൾ പറഞ്ഞത്? എനിക്കത് കേട്ടാൽ മതി. എന്താണ് ആരോപണങ്ങൾ? എന്താരോപണം? ഒരാരോപണം പറ. എത്ര ആരോപണത്തിന് ഹൈക്കോടതി പോയി ഈ പ്രതിപക്ഷ നേതാവ് ചവിറ്റുകൊട്ടിയെ വലിച്ചെറിഞ്ഞ ഒരെണ്ണം തെളിയിക്കാൻ പറ്റണ്ടേ ഇവർക്ക്? ഇതെന്താണ് ആരോപണം? ആരോപണം വേറെ ആരോപണം മാത്രമേ. നോണ പറയാൻ വേണ്ടി വാതോർക്കും ഇയാള്. അത് വേറെ ഒരു കാര്യമില്ല. ഒരു ഭരണം മാറ്റത്തിന് ഒരു ആവശ്യമില്ല. നിലവിൽ എല്ലാവർക്കും നല്ല സമാധാനത്തിൽ പോകണ്ടല്ല. ഒരു വർഗീയതയില്ല, ഒരു പ്രശ്നങ്ങളില്ല, ഒരു വികസനം മുരടിപ്പേ ഇല്ല. പിന്നെന്തിനും ഭരണം മാറ്റം വേണം? ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ ഒരു ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള. തുടരണം. ഇത് തുടർന്നാലേ കേരളം വളരുള്ളൂ. ഇവര് വന്നിട്ട് കേരളം വളരൂല. അങ്ങനെ ഇവര് ഭരിച്ച സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ഇവര് വളർച്ചയായിട്ടാണ് ഇവര് പ്രതിപക്ഷത്തിരിക്കണ? കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ ഇവര് പ്രതിപക്ഷത്തിരിക്കാൻ കാരണം എന്താണ്? അവിടെ വളർച്ച മുരടിപ്പുണ്ടായിട്ടാണ്. അവിടെ 158 വർഷമായി കോൺഗ്രസ് രൂപീകരിച്ചിട്ട്. ഇന്ന് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഇവര് 3 സംസ്ഥാനങ്ങളിലാകിയ ഇതെന്താണ് ഭരിച്ചിട്ട് കാണിച്ചു കിട്ടിയത്? ഈ സർക്കാർ തന്നെ വീണ്ടും തുടർന്നാണ് ജനങ്ങളുടെ ആഗ്രഹമാണ്. എൻ്റെ അല്ല, ജനങ്ങളുടെ ആഗ്രഹം. അത് തുടർന്ന് കൊണ്ടുപോകും.